അപ്പോ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വോട്ടുകൾ നൽകി ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്താൻ സ്വപ്നം കണ്ട പ്രിയപ്പെട്ട നേതാവ് രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ ശ്രീ രാഹുൽ ഗാന്ധി 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്താൻ പ്രയാണം നടത്തിയ പ്രിയപ്പെട്ട നേതാവ് രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ രാഹുൽ ഗാന്ധി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത തെക്കൻ കാശിയിലെ പാപനാശിനിയിൽ അവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ഇതാ ടിപ്പു സുൽത്താന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, മതേതര ഇന്ത്യയുടെ രാജകുമാരൻ, ജനാധിപത്യ ഇന്ത്യയുടെ കാവൽക്കാരൻ ശ്രീ രാഹുൽ ഗാന്ധി ഇതാ ഈ മണ്ണിലേക്ക്, ബത്തേരിയുടെ മണ്ണിലേക്ക് ഇതാ കടന്നു വരുന്നു. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ ദേശീയതയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ശ്രീപെരുമ്പത്തൂരിൽ പിടഞ്ഞു വീണ് മരിച്ച നേതാവ് ശ്രീ രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട നേതാവ്, പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹത്തിന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ അവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം നിങ്ങളെ കാണാൻ, നിങ്ങളുടെ അനുഗ്രഹം തേടി, നിങ്ങളുടെ ആശീർവാദം തേടി, നിങ്ങളുടെ വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇതാ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ മണ്ണിൽ, സുൽത്താൻ ബത്തേരിയുടെ മണ്ണിൽ, വീരപഴശ്ശിയുടെ മണ്ണിൽ ഇതാ ഇവിടെ അദ്ദേഹത്തിന്റെ പാദസ്പർശനം കൊണ്ട് നമ്മുടെ ഈ മണ്ണ് ധന്യമാകാൻ പോകുന്നു. കടക്കണിയിലായ വയനാട്ടിലെ കർഷകനെ രക്ഷിക്കാൻ, ആത്മഹത്യാ മുനമ്പിലെത്തി നിൽക്കുന്ന വയനാട്ടിലെ കർഷകനെ രക്ഷിക്കാൻ, വിദ്യാഭ്യാസ ലോൺ എടുത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വിദ്യാർത്ഥി സമൂഹത്തെ രക്ഷിക്കാൻ, പാവപ്പെട്ട ഗോത്രവർഗക്കാരെ രക്ഷിക്കാൻ, സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്താൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇതാ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബത്തിനും 72,000 രൂപ ഓരോ വർഷവും കൊടുത്തുകൊണ്ട് വീട്ടമ്മമാരെ ദേശീയ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പരിപാടിയുമായി, പദ്ധതിയുമായി പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഇനി ഒരിക്കലും വയനാടിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ആത്മഹത്യകൾ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇതാ ടിപ്പു സുൽത്താന്റെയും വീരപഴശ്ശി തമ്പുരാന്റെയും മണ്ണിലേക്ക് കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവരെ, പ്രിയങ്കരനായ നേതാവ്, ജനാധിപത്യ ഇന്ത്യയുടെ കാവൽക്കാരൻ, മതേതര ഇന്ത്യയുടെ രാജകുമാരൻ, ഈ നാടിന്റെ വികസന നായകൻ, ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ രാഹുൽ, നമ്മുടെ രാഹുൽ, നമ്മുടെ രാഹുൽ ഇതാ ഇതാ കടന്നു വരുന്നു. തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശി സിഖ് തീവ്രവാദികളുടെ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച മാതാവ് പ്രിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനി, ആ ഇന്ദിരാ പ്രിയദർശിനിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ സ്റ്റേജിലേക്ക് നോക്കൂ. ഈ മണ്ണിൽ അവരുടെ പാദസ്പർശനം ഏറ്റിട്ടുണ്ട്. പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട സോണിയാജി ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്, ആ സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സോണിയാജിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലേക്ക് പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ ചെറുമകൻ, പ്രിയപ്പെട്ട സോണിയാജിയുടെ പ്രിയപുത്രൻ, പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പൊന്നോമന പുത്രൻ, പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതീക്ഷയും സ്വപ്നവുമായ നേതാവ്, മതേതര ഇന്ത്യയുടെ കാവൽക്കാരൻ, ജനാധിപത്യ ഇന്ത്യയുടെ രാജകുമാരൻ ശ്രീ രാഹുൽ ഗാന്ധി ഇതാ ഈ മണ്ണിലേക്ക് കടന്നു വരുന്നു, ഈ മണ്ണിലേക്ക് കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം നേരിടുന്ന
അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ കീറി മുറിച്ച് തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും